I'm saying it's good. You are I heard that you are an anointed person and personality. Good. God has been using him. Come on, give a big hand to Jesus. Hallelujah. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. It is good to be in the presence of the Lord. Amen. It is good to be in the presence of the Lord. ദൈവസന്നിധിയിൽ ഇരിക്കുന്ന വളരെ അനുഗ്രഹമാണ്. The presence of God, it is upon us. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ വന്നു കഴിഞ്ഞു. The second day, there's going to be a fresh fire. ഈ രണ്ടാം ദിവസം ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ തീ ദൈവം പകരും. A fresh fire. പുതിയ തീ. Fresh fire. പുതിയ തീ. Let everyone say fresh fire. എല്ലാവരും പുതിയ തീ എന്ന് പറഞ്ഞാട്ടെ. Come on, say fresh fire. പുതിയ തീ. പുതിയ അഗ്നി. പുതിയ തീ. പുതിയ അഗ്നി. പുതിയ തീ. പുതിയ അഗ്നി. പുതിയ തീ. If you read Hebrews 1st chapter 7th verse, എബ്രായർ 1:7 എടുത്ത് വായിക്കുമ്പോൾ the word of God says ദൈവത്തിന്റെ he വചനം makes പറയുന്നു, his angels like wind. അവന്റെ ദൂതന്മാരെ കാറ്റുപോലെയാക്കുന്നു. And he makes his servants like flames of fire. അവന്റെ ദാസന്മാരെ അവൻ അഗ്നി കഷ്ണങ്ങളാക്കി മാറ്റുന്നു. Angels are moving like wind. ദൈവത്തിന്റെ ദൂതന്മാർ കാറ്റുപോലെ യാത്ര The ചെയ്യുകയാണ്. servants of God, you must move by the like a flames of fire. ദൈവത്തിന്റെ ദാസന്മാർ ദൈവിക അഗ്നി പോലെ ചലിക്കണം. In the Old Testament days there were pillars of fire. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ അഗ്നിയുടെ തൂൺ കാണാം. If you read Daniel 7th chapter 9th verse onwards, ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 9-ാമത്തെ വാക്യം Daniel was able to see the throne of fire. ദാനിയേൽ ദൈവത്തിന്റെ അഗ്നി സിംഹാസനം കണ്ടു. There was a throne of fire. അവിടെ അഗ്നി സിംഹാസനം The ഉണ്ടായിരുന്നു. throne of fire was having the wheels. ആ അഗ്നി സിംഹാസനത്തിന് ചക്രങ്ങൾ ഉണ്ടായിരുന്നു. Throne of fire was having wheels of fire. ആ അഗ്നി സിംഹാസനത്തിന് ചക്രങ്ങൾ, തീയുടെ ചക്രങ്ങൾ. Let everyone say throne of fire. എല്ലാരും അഗ്നി സിംഹാസനം എന്ന് പറഞ്ഞാട്ടെ. And also say wheels of fire. അഗ്നി ചക്രങ്ങൾ എന്ന് പറഞ്ഞാട്ടെ. Wherever the wheels of fire comes, എവിടെല്ലാം അഗ്നി ചക്രങ്ങൾ വരുന്നു, the throne of God will come. അവിടെ ദൈവത്തിന്റെ സിംഹാസനം വരും. And he was able to see the river of fire. അവിടെ ദൈവിക അഗ്നിയുടെ ഒരു വലിയ നദി കണ്ടു. The river of fire was flowing. ആ അഗ്നിയുടെ നദി ഇങ്ങനെ ഒഴുകുകയായിരുന്നു. And he was able to see millions and millions of people. അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ, കോടിക്കണക്കിന് ആൾക്കാരെ കണ്ടു. Hallelujah. Hallelujah. Today, ഇന്ന് the same throne of fire, it is going to come for you. അതേ അഗ്നിയുടെ സിംഹാസനം നിന്റെ മേൽ ഇറങ്ങി Say വരികയാണ്. hallelujah. Hallelujah എന്ന് പറഞ്ഞാട്ടെ. Fresh fire. പുതിയ തീ. Fresh anointing. പുതിയ അഭിഷേകം. Hallelujah. Hallelujah. There was a cloud of fire. ഒരു വലിയ തീയുടെ മേഘം. The cloud of fire. ഒരു തീയുടെ മേഘം. How you are going to receive the baptism of fire tonight. എങ്ങനെയാണ് ഇന്ന് അഗ്നിയുടെ അഭിഷേകം പ്രാപിക്കുന്നത്? Yesterday, ഇന്നലെ I said everything is possible by God's mighty power. ഞാൻ പറഞ്ഞു ദൈവത്തിന്റെ ശക്തിയാൽ സകലതും സാധ്യമാണ്. God says, ദൈവം പറയുന്നു, I am the God of all flesh. ഞാൻ സകല സൃഷ്ടിയുടെയും ദൈവമാണ്. Is anything is too hard for me? എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടോ? Everything is possible. സകലതും സാധ്യം. Everything is possible. സകലതും സാധ്യം. Hallelujah. Hallelujah. If he wants to make his children like fire, he makes. ദൈവം അവന്റെ മക്കളെ അഗ്നികളാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം അത് ചെയ്യും. Don't say it is impossible. അത് അസാധ്യമെന്ന് ചിന്തിക്കരുത്. If he wants to make you fire, he will be like fire. ദൈവം അത് ഇച്ഛിച്ചാൽ ദൈവം നിന്നെ അഗ്നിയാക്കി മാറ്റിയിരിക്കും. Hallelujah. 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 Some people they may say there is no word for baptism of fire. ചില ആൾക്കാർ പറയും അഗ്നിയുടെ അഭിഷേകത്തിന് ബൈബിളിൽ, അഗ്നിയുടെ സ്നാനത്തിന് ബൈബിളിൽ വാക്യമില്ല. But what the John the Baptist said, എന്നാൽ യോഹന്നാൻ സ്നാപകൻ എന്ത് പറഞ്ഞു? if you read Matthew 3rd chapter 12th verse, മത്തായി 3:12 വായിക്കുമ്പോൾ, and Luke 3rd chapter 16th verse, ലൂക്കോസ് 3:16 വായിക്കുമ്പോൾ, he was saying, you people, I baptize you by this water. അദ്ദേഹം പറഞ്ഞു, ഇതാ ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം But കഴിക്കുന്നു. there is one more person, he is coming after me. എനിക്ക് പിന്നാലെ ഒരുവൻ വരുന്നു. He will be baptizing you by spirit and fire. അവൻ നിങ്ങളെ ആത്മാവിലും തീയാലും അഭിഷേകം ചെയ്യും. What is the meaning of that? അതിന്റെ അർത്ഥം എന്തുവാണ്? There's the baptism of spirit and there's the baptism of fire. അതെ, അഗ്നിയുടെ അഭിഷേകമുണ്ട്, ആത്മാവിന്റെ ഒരു അഭിഷേകവുമുണ്ട്. You have to receive the baptism of fire. നാം ആത്മാവിന്റെ അഭിഷേകം മാത്രമല്ല അഗ്നിയുടെ അഭിഷേകം പ്രാപിക്കണം. If you have this experience, ഈ അനുഭവം ഉണ്ടെങ്കിൽ you will be having the fire.
ആ തീ നിങ്ങൾ പ്രാപിക്കും. You can walk like a fire. നിങ്ങൾ തീ പോലെ നടക്കും. You can move like a fire. നിങ്ങൾ തീ പോലെ ചലിക്കും. You can bring the fire of God. നിങ്ങൾ ദൈവത്തിന്റെ തീ ഇറക്കിക്കൊണ്ടുവരും. How to receive the fire? അതെങ്ങനെയാണ് പ്രാപിക്കുന്നത്? 2000 years ago. 2000 വർഷങ്ങൾക്ക് If മുമ്പ്. you read Luke 12 chapter 49th verse. ലൂക്കോസ് 12:49 വായിക്കുമ്പോൾ Jesus said, യേശു പറഞ്ഞു, I have come down to this earth to bring the fire upon this earth. ഞാൻ ഈ ഭൂമിയുടെ മേൽ തീ ഇറക്കുവാൻ വേണ്ടി I വന്നിരിക്കുന്നു. wish if it were already kindled. ഇത് ഇപ്പോഴേ ജ്വലിച്ചിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു. I have come down to this earth to bring the fire upon this earth. ഈ ഭൂമിയുടെ മേൽ തീ കൊണ്ടുവരുവാൻ ഞാൻ വന്നിരിക്കുന്നു. What is the difference between the Old Testament fire and the New Testament fire? പഴയ നിയമ അഗ്നിയും പുതിയ നിയമ അഗ്നിയും തമ്മിലുള്ള വ്യത്യാസം And എന്തുവാ? what is the difference between the New Testament fire and right now we are living in the graceful day? What about the fire which is moving right now? പുതിയ നിയമത്തിൽ നാം വേദപുസ്തകത്തിൽ വായിക്കുന്ന അഗ്നിയും ഇന്ന് നാം അനുഭവിക്കുന്ന വലിയ കൃപയുടെ കാലത്തെ അഗ്നിയും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? Even today I come and stand before you with the authority of Jesus. ഇന്നും ഞാൻ യേശുവിന്റെ അധികാരത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. Hallelujah. 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 Before I bring God's word, ഞാൻ ദൈവത്തിന്റെ വചനം കൊണ്ടുവരുന്നതിന് I മുമ്പേ want you to see a particular testimony. ഞാൻ നിങ്ങളൊരു സാക്ഷ്യം കാണുവാൻ Few ആഗ്രഹിക്കുന്നു. years back, ചില വർഷങ്ങൾക്ക് മുമ്പ് there is a brother Simon from Kerala, കേരളത്തിൽ നിന്ന് ഒരു ബ്രദർ സൈമൻ and he came and cried before me. എന്റെ മുൻപിൽ വന്ന് ഒരുപാട് കരഞ്ഞു. What was his cry? അദ്ദേഹത്തിന്റെ കരച്ചിൽ എന്തുവാണ്? He was a gang leader, ഗ്രൂപ്പിന്റെ ലീഡർ ആയിരുന്നു. but he was saved in our ministry. എന്നാൽ അദ്ദേഹം ഞങ്ങളുടെ മിനിസ്ട്രിയിൽ രക്ഷിക്കപ്പെട്ടു. Whenever I visit some place, he come and helps me. ഞാൻ എവിടെ പോയാലും അദ്ദേഹം അവിടെ വന്ന് എന്നെ സഹായിച്ചു. But one day he came and cried. ഒരു ദിവസം വന്ന് He ഒരുപാട് came and cried. ഒത്തിരി കരഞ്ഞു. And he brought his only daughter. അദ്ദേഹത്തിനുള്ള ഏക മകളെ അദ്ദേഹം കൊണ്ടുവന്നു. And he has a son and daughter. ഒരു മകനുമുണ്ട്, ഒരു മകളുമുണ്ട്. That daughter is a gold medalist. ആ മകൾ ഒരു ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. Suddenly a peculiar disease came. ഒരു പ്രത്യേക രോഗം അവളെ ബാധിച്ചു. Her bone system became flexible like rubber. അസ്ഥികളെല്ലാം റബ്ബർ പോലെ അങ്ങ് ബലഹീനമായി. All the bones. എല്ലാ അസ്ഥികളും. It became like some kind of syndrome, some kind of sickness, a peculiar disease. എന്തോ ഒരു പ്രത്യേക രോഗമായി ഇത് വെളിപ്പെട്ടു. He was crying. അദ്ദേഹം കരയുകയായിരുന്നു. She was also crying. അവളും കരയുകയായിരുന്നു. But I said, ഞാൻ പറഞ്ഞു, daughter, you read Jeremiah 20th chapter 9th verse. യെരമ്യാ 20:9 മകളെ നീ വായിക്കുക. You meditate your bones like fire. നിന്റെ അസ്ഥികളെല്ലാം അഗ്നി എന്ന പോലെ നീ നിന്റെ ആത്മകണ്ണുകൾ കൊണ്ട് കാണുക. The changes. നിന്റെ മേൽ ആ ഒരു വലിയ വ്യത്യാസം ദൈവം തരും. Now you are going for MRI. ഇപ്പൊ നീ MRI സ്കാനിങ്ങിന് പോവുക. Go and meditate in the MRI. നീ ആ സ്കാനിങ്ങിന് കിടക്കുമ്പോൾ ഇത് ആലോചിച്ചുകൊണ്ട് ഇത് ധ്യാനിച്ചുകൊണ്ട് കിടക്കുക. When you come back, നീ മടങ്ങി വരുമ്പോൾ you are going to give testimony for Jesus. നീ യേശുവിന് വേണ്ടി ഒരു അത്ഭുത സാക്ഷ്യമായിരിക്കും. Within 3 hours, 3 മണിക്കൂറിന്റെ അകം the flexible bones became like a steel. ആ റബ്ബർ പോലെ ഇരുന്ന അസ്ഥികളെല്ലാം ഇരുമ്പ് കഷ്ണം പോലെയായി. Hallelujah. Hallelujah. Let us see that testimony. ആ സാക്ഷ്യം ഒന്ന് കാണാം. Holy Jesus. Hallelujah. Our God is the God of miracles. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. When you see the miracles of others, മറ്റുള്ളവരുടെ അത്ഭുതം നാം കാണുമ്പോൾ you will be receiving miracles. നിങ്ങൾക്കൊരു അത്ഭുതം ഉണ്ടാകും. And the power of anointing will be imparted in you. നിങ്ങളുടെ മേൽ അഭിഷേകത്തിന്റെ ഒരു പകർച്ച ഉണ്ടാകും. Yesterday I said the impartation takes place in different ways. ഞാൻ ഇന്നലെ പറഞ്ഞു അഭിഷേകത്തിന്റെ കൈമാറ്റം പല രീതിയിൽ ഉണ്ടാകും. When you see the miracles of others, മറ്റുള്ളവരുടെ അത്ഭുതം നാം കാണുമ്പോൾ the miracles will bring not only the miracles for you,
and that will be changing as you as a miracle worker. Jesus, thank you, Lord. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്നും കർത്താവേ നീ അറിയുന്നു, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്നും കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ, ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ, കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ, പിന്മഴയെ വീണ്ടും അയക്കണമേ നിൻ ജനമുണർന്നിടുവാൻ, പിന്മഴയെ വീണ്ടും അയക്കണമേ നിൻ ജനമുണർന്നിടുവാൻ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ. Okay, let us hear God's word right now. ദൈവത്തിന്റെ വചനത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. Whenever you hear the new about the fresh fire, you will be receiving fresh fire. പുതിയ തീയെ പറ്റി നിങ്ങൾ കേൾക്കുമ്പോഴെല്ലാം പുതിയ തീ ദൈവം നിങ്ങളുടെ മേൽ പകരും. Many years back, അനേക വർഷങ്ങൾക്ക് മുമ്പ് there was a prophet called Elijah. ഏലിയാവ് എന്ന പേരിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. If you read 1 Kings 18 chapter 24th verse, 1 രാജാക്കന്മാർ 18-ാം അധ്യായം 24-ാമത്തെ വാക്യം what വായിക്കുമ്പോൾ he said, അദ്ദേഹം എന്തു പറഞ്ഞു? the God one who answers by fire, he is the Lord, he said. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവമാണ് ദൈവം. And people said amen. എല്ലാവരും ആമേൻ എന്ന് പറഞ്ഞു. And people said it is good. എല്ലാവരും പറഞ്ഞു അത് നല്ല കാര്യം. Right now you also say it is good. എല്ലാവരും നല്ല കാര്യം എന്ന് പറഞ്ഞു. It is good to hear God's word like fire. ദൈവവചനം അഗ്നി പോലെ കേൾക്കുന്നത് നല്ല കാര്യമാണ്. It is good thing to receive God's fire. ദൈവത്തിന്റെ വചനം കേൾക്കുന്നത് നല്ല കാര്യം. If you read Hebrews 12 chapter 29th verse, എബ്രായ ലേഖനം 12-ാം അധ്യായം 29-ാമത്തെ വാക്യം God's വായിക്കുമ്പോൾ word says our God is a God of consuming fire. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് ബൈബിൾ In പറയുന്നു. the Old Testament days, പഴയ നിയമ പുസ്തക കാലങ്ങളിൽ in many times there was a consuming fire consuming
the people. അതെ, ജനത്തെ ദഹിപ്പിച്ചു കളയുന്ന ദഹിപ്പിക്കുന്ന അഗ്നി ഉണ്ടായിരുന്നു. The people of God, they were not able to go near to God. ഈ ദൈവത്തിന്റെ അടുക്കൽ പോകുവാൻ ജനത്തിന് കഴിഞ്ഞില്ല. Because God was coming like a fire. കാരണം ദൈവം അഗ്നി പോലെ ഇറങ്ങി വരും. Our God is the God of consuming fire even today. ഇന്നും നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. But we are not able to see the consuming things are happening right now. എന്നാൽ ഈ കാലത്ത് ദഹിപ്പിക്കുന്ന ക്രിയകൾ നമ്മൾ കാണുന്നില്ല. Why? കാരണം എന്താ? കാരണം എന്താ? Why God's wrath it is stopped? ദൈവത്തിന്റെ കോപം ക്ഷയിക്കുവാൻ കാരണം എന്ത്? In the Old Testament days, പഴയ നിയമകാലത്ത്, if you read Genesis 19 chapter 24th verse, ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 24-ാമത്തെ വാക്യം the വായിക്കുമ്പോൾ, two cities Sodom Gomorrah, the cities were consumed by God's fire. സോദോമും ഗോമറയും എന്ന് പറയുന്ന രണ്ട് പട്ടണങ്ങൾ അഗ്നിയാൽ ദഹിക്കപ്പെട്ടു. When God's wrath came against those two cities, ആ രണ്ട് പട്ടണങ്ങളുടെ മേൽ ദൈവത്തിന്റെ കോപം വന്നപ്പോൾ, the two cities were consumed. ആ രണ്ട് പട്ടണങ്ങൾ ദഹിച്ചുപോയി. The two cities were burnt. ആ രണ്ട് പട്ടണങ്ങൾ ചുട്ടുപോയി. If you read Leviticus 10th chapter first two verses, ലേവ്യ പുസ്തകം 10-ാം അധ്യായം 1-2 വാക്യങ്ങൾ there വായിക്കുമ്പോൾ, were two servants of God, Nadab and Abihu. നാദാബും അബീഹുവും എന്ന് പറയുന്ന രണ്ട് They ദൈവദാസന്മാരുണ്ടായിരുന്നു. brought stage fire before the Lord. ദൈവത്തിന്റെ മുൻപാകെ അവർ ദുരാഗ്നി, വെളിയിൽ നിന്നുള്ള ഒരു അഗ്നി കൊണ്ടുവന്നു. What is the meaning of stage fire? ഈ സ്ട്രേഞ്ച് ഫയർ, അന്യ അഗ്നി എന്ന വാക്കിന്റെ അർത്ഥം What is എന്തുവാ? the meaning of stage fire? Anniyakini. അന്യ അഗ്നി എന്ന വാക്കിന്റെ അർത്ഥം എന്തുവാ? They didn't bring the fire somewhere. എവിടുന്നെങ്കിലും കൊണ്ടുവന്നു എന്നല്ല, They were having fire. അവരുടെ കയ്യിൽ അഗ്നി ഉണ്ടായിരുന്നു. But the hearts of the two servants of God, it was not prepared. അവരുടെ ഹൃദയങ്ങൾ ഒരുക്കപ്പെട്ടില്ല എന്ന് മാത്രം. According to the standard of God, ദൈവത്തിന്റെ അളവിനെ അനുസരിച്ച് they were having fire. അവരുടെ കയ്യിൽ തീ ഉണ്ടായിരുന്നു. The incense was in their hand. അവരുടെ കയ്യിൽ ആ ധൂപമുണ്ടായിരുന്നു. When they entered into the tabernacle of God, അവർ സമാഗമന കൂടാരത്തിന്റെ അകത്തേക്ക് കടന്നപ്പോൾ God's fire came burnt. അവരുടെ മേൽ ദൈവത്തിന്റെ അഗ്നി വന്നവരെ ദഹിപ്പിച്ചു കളഞ്ഞു. Who were they? അവരാരായിരുന്നു? Sons of Aaron. അഹരോന്റെ പുത്രന്മാർ. Sons of Aaron. അഹരോന്റെ പുത്രന്മാർ. That time only, before that few days back only, they were anointed. ചില ദിവസങ്ങൾക്ക് മുമ്പാണ് അവരെ അഭിഷേകം പ്രാപിച്ചത്. But now they were consumed and burnt. ഇപ്പോൾ അവർ ദഹിപ്പിക്കപ്പെട്ടു, അവർ ചുടൽപ്പെട്ടു. You know what God said to Aaron? ദൈവം അഹരോൻ എന്തു പറഞ്ഞു? Aaron, don't go and touch those two bodies. ആ മരിച്ച നിന്റെ രണ്ട് മക്കളുടെ ശവത്തെ നീ തൊടരുത്. Oh, Father Aaron, he could not go near to that bodies. പിതാവായിരുന്നുവെങ്കിലും മക്കളുടെ ശവശരീരത്തിനടുക്കൽ പോകുവാൻ കഴിഞ്ഞില്ല. The wrath of God worked like that in the Old Testament days. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ കോപം അങ്ങനെ പ്രവർത്തിച്ചു. If you read in Numbers 16th chapter 35th verse, സംഖ്യാപുസ്തകം 16-ാം അധ്യായം 31-ാമത്തെ വാക്യം there വായിക്കുമ്പോൾ, were 250 people അവിടെ 250 പേർ bringing incense in their hand, അവരുടെ ധൂപകലശം കയ്യിൽ പിടിച്ചുകൊണ്ട്, but they were talking against Moses. മോശയ്ക്ക് വിരോധമായി സംസാരിച്ചു. Bible says God's wrath came and consumed. ദൈവത്തിന്റെ വചനം പറയുന്നു, അവരുടെ മേൽ ദൈവത്തിന്റെ കോപം വന്നവരെ ദഹിപ്പിച്ചു. 250 people were consumed by fire. 250 പേർ ദൈവത്തിന്റെ കോപാഗ്നിയിൽ ദഹിച്ചുപോയി. If you read Numbers 11th chapter first 5 verses, സംഖ്യാപുസ്തകം 11-ാം അധ്യായം ആദ്യത്തെ 5 വാക്യങ്ങൾ വായിക്കുമ്പോൾ, people ran towards Moses and crying. അവർ മോശയുടെ അടുക്കലേക്ക് ഓടിച്ചെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. Moses, മോശേ, Moses, മോശേ, God's fire is consuming the people, those who are away from the camp. അതെ, കൂടാരത്തിന്റെ പുറത്ത്, അതെ, പാളയത്തിന്റെ പുറത്ത് വസിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ അഗ്നി വന്നവരെ ദഹിപ്പിക്കുന്നു. Pray and stop the wrath of God. ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ച് ദൈവകോപത്തിനൊരു ശമനമുണ്ടാകട്ടെ. You people, you have been praying for 21 days with fasting. 21 ദിവസം നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. Why? കാരണം എന്ത്? എന്ത്? Your prayers can stop the wrath of God. ദൈവത്തിന്റെ കോപത്തെ പ്രാർത്ഥനയ്ക്ക് നിർത്തുവാൻ കഴിയും. Amen. Amen. To save this city. ഈ പട്ടണത്തെ രക്ഷിക്കുവാൻ, To save this city. ഈ പട്ടണത്തെ രക്ഷിക്കുവാൻ, Any servant of God like Moses, if any real servant of Christ and stands before God, ക്രിസ്തുവിന്റെ യഥാർത്ഥ ദാസന്മാരിൽ ആരെങ്കിലും ഒരാൾ ദൈവത്തിന്റെ നടുവിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ, any real servant of God, he has the authority to bring the fire as well as stop the fire. ഒരു യഥാർത്ഥ ദൈവദാസന് തീ ഇറക്കുവാനും തീ നിർത്തുവാനും അധികാരമുണ്ട്. Any real servant of God, if he comes and cries before the Lord, he is able to stop the wrath of God. ഒരു യഥാർത്ഥ ദൈവദാസൻ ദൈവത്തിന്റെ
ദൈവത്തിന്റെ മുമ്പിൽ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ ദൈവത്തിന് തീ നിർത്തുവാനുള്ള അധികാരം അവനുണ്ട്. In the Old Testament days, the power of God was like moving like that. പഴയ നിയമകാലത്ത് ദൈവശക്തി അങ്ങനെ പ്രവർത്തിച്ചു. But today, ഇന്ന് where is the wrath of God? ദൈവത്തിന്റെ കോപം എവിടെ? Why it has stopped? എന്തുകൊണ്ട് അത് നിന്നുപോയി? Why it has stopped? എന്തുകൊണ്ട് നിന്നുപോയി? Why that same fire is not consuming the world? ഇപ്പോൾ ആ തീ ഉണ്ടെങ്കിലും അത് ദഹിപ്പിക്കാത്തതിന്റെ കാരണം എന്ത്? That is only because of the love of Jesus. അത് യേശുവിന്റെ സ്നേഹം നടുക്ക് വന്നതുകൊണ്ടാണ്. 2000 years ago, 2000 വർഷങ്ങൾക്ക് മുമ്പ് our Lord Jesus came into this world. നമ്മുടെ യേശു ഈ ഭൂമിയിൽ ഇറങ്ങി വന്നു. And he told, he was proclaiming, you people, I have come down to this earth to bring the fire upon this earth. യേശു പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിൽ ഇറങ്ങി വന്നിരിക്കുന്നത് ദൈവത്തിന്റെ അഗ്നി ഈ ഭൂമിയിൽ കൊണ്ടുവരുവാനാണ്. I wish if it were not already kindled. ഇപ്പോൾ തന്നെ അത് കത്തിയിരുന്നെങ്കിൽ എന്ന് നന്നായിരുന്നു. He stopped the wrath of God. ദൈവത്തിന്റെ കോപത്തെ യേശു നിർത്തി. The grace came. ദൈവത്തിന്റെ കൃപ വന്നു. The love came. ദൈവത്തിന്റെ സ്നേഹം The വന്നു. love of God came. യേശുവിന്റെ സ്നേഹം വന്നു. Our God is a God of compassion. നമ്മുടെ ദൈവം കരുണയുടെ ദൈവമാണ്. Our God is a God of love. നമ്മുടെ ദൈവം സ്നേഹത്തിന്റെ ദൈവമാണ്. But today, എന്നാൽ ഇന്ന് he can move like fire. അഗ്നി പോലെ അവൻ ചലിക്കും. That fire will not consume അത് you. നിന്നെ ദഹിപ്പിക്കത്തില്ല. That fire, it can change you. നിന്നെ അത് രൂപീകരിക്കും. That fire can change your personality. അത് നിന്റെ വ്യക്തിത്വത്തെ രൂപീകരിക്കും. That fire can give you new shape. ഒരു പുതിയ രൂപം നിനക്ക് തരും. New fire. ഒരു പുതിയ അഗ്നി. Fresh fire. പുതിയ അഗ്നി. New power. പുതിയ ശക്തി. And that fire can change you. നിനക്കതൊരു വ്യത്യാസം വരുത്തും. That fire can use you. നിന്നെ ആ തീ ഉപയോഗിക്കും. Hallelujah. Hallelujah. Let me explain in different dimensions. ഞാൻ വേറെ ഒരു അളവിൽ ഇത് പറയട്ടെ. In the Old Testament days, പഴയ നിയമകാലത്ത് there was a fire of teaching fire. പഠിപ്പിക്കുന്ന അധ്യാപകന്റെ ഒരു അഗ്നി ഉണ്ടായിരുന്നു. When Lord Jesus came into this world, ഈ ഭൂമിയിൽ യേശു കർത്താവ് വന്നു. he started his teaching. യേശു പഠിപ്പിക്കുവാൻ തുടങ്ങി. His teaching was different. പഠിപ്പീരിന് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. He was teaching with great love and power. യേശു കർത്താവ് പഠിപ്പിക്കുമ്പോൾ വലിയ സ്നേഹത്തോടെയും വലിയ അധികാരത്തോടെയും പഠിപ്പിച്ചു. Every action started to teach something super. എല്ലാ പ്രവൃത്തിയിലും ഒരു അത്ഭുതം ദൈവം പഠിപ്പിച്ചു. When he touched the leprosy man, കുഷ്ഠം പിടിച്ചൊരു മനുഷ്യനെ തൊട്ടപ്പോൾ he was healed. അവൻ സൗഖ്യമായി. What a wonderful God we have. എന്ത് അത്ഭുതമുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. When he touched the dead man, ഒരു മരിച്ച ശവത്തെ തൊട്ടപ്പോൾ he was raised. ഉടനെ അവൻ ഉയർത്തെഴുന്നേറ്റു. You young man, raise up. ബാലക എഴുന്നേൽക്ക. That was the fire. അത് തീയായിരുന്നു. When he stood before the tomb of Lazarus, ലാസറസിന്റെ കല്ലറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, Lazarus, come forth. ലാസറേ പുറത്തു വരിക. Lazarus, come forth. ലാസറേ പുറത്തു വരിക. The dead man was able to walk. അപ്പോൾ മരിച്ചവൻ നടന്നു പുറത്തു വന്നു. Today, ഇന്ന് that fire is going to start his work. ആ തീ ഇവിടെ പ്രവർത്തിക്കുവാൻ പോകുകയാണ്. Hallelujah. Hallelujah. As I said, 24 people were raised from the dead in our ministry. ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഞാൻ പറഞ്ഞതുപോലെ 24 മരിച്ച ശവങ്ങൾ എഴുന്നേൽക്കുവാനിടയായി. Tomorrow I will be teaching about the power of resurrection. നാളെ ഞാൻ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ പറ്റി പഠിപ്പിക്കും. The power of resurrection, if you learn, that is not only to raise the dead. അത് പുനരുത്ഥാനത്തിന്റെ ശക്തി മരിച്ചവരെ ഉയർപ്പിക്കുവാൻ മാത്രമല്ല. How many of you are willing to raise the dead? മരിച്ചവരെ ഉയർപ്പിക്കുവാൻ താല്പര്യമുള്ളവരെ കരങ്ങൾ ഉയർത്തിയ. Oh, many. But don't kill anybody. ആരെയും കൊന്നേച്ച് ശ്രമിക്കരുത്. Don't expect someone to nearby you to just fall down and die. അങ്ങനെ ആരെങ്കിലും മരിച്ചു കിട്ടിയാൽ നല്ലതാണെന്ന് അങ്ങനെ ആഗ്രഹിക്കരുത്. Who can give you the dead body? നിനക്ക് മരിച്ച ശവത്തെ ആർക്ക് തരുവാൻ കഴിയും? But if God wants to use you, God can give you opportunities. അങ്ങനെ ഒരു ശുശ്രൂഷ നിനക്ക് നൽകുവാൻ ദൈവം തീരുമാനിക്കുമ്പോൾ അതിന്റെ അവസരം ദൈവം ഒരുക്കും. Tomorrow you'll be learning that. അതിനെപ്പറ്റി നിങ്ങൾ നാളെ പഠിക്കും. But that power of resurrection, not only to raise the dead, ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി മരിച്ചവരെ ഉയർപ്പിക്കുവാൻ മാത്രമല്ല, to change the dead cells into living cells. മരിച്ച അവയവങ്ങളെ ജീവിപ്പിക്കുവാനും കൂടെയാണ്. Your blood system, നിന്റെ നമ്മുടെ രക്തത്തിന്, it has many millions of living cells. ഈ രക്തത്തിന്റെ അകത്ത് ജീവിക്കുന്ന ജീവനുള്ള ഒരുപാട് കോശങ്ങളുണ്ട്. If your WBC goes down, അതിന്റെ അകത്തെ WBC വൈറ്റ് ബ്ലഡ് സെൽസ് കോശങ്ങൾ കുറഞ്ഞാൽ you have to die. നീ മരിച്ചു. If there is reducing, if the red corpuscles, RBC goes down, RBCയുടെ കൗണ്ട് താഴേക്ക് your പോയാൽ, hemoglobin level will go down. ഹീമോഗ്ലോബിൻ ലെവൽ താഴെ പോയാൽ You cannot move. പിന്നെ ശരീരത്തിന് ചലിക്കുവാനുള്ള You ബലമില്ല, will die. മരിച്ചു പോകും. But tomorrow, if you receive that power, എന്നാൽ നാളെ ആ തീ നിങ്ങൾ പ്രാപിക്കുമ്പോൾ the level will be changed.
അളവിന് വ്യത്യാസമാകും. Hallelujah. ഹല്ലേലൂയ. Your dead cells will be changed. നിന്റെ മരിച്ച അവയവങ്ങൾ ജീവിക്കും. Your dead brain can be changed. നിന്റെ മന്ദമായിരിക്കുന്ന ബുദ്ധിക്ക് വ്യത്യാസം God വരും. can create a new brain. നിനക്കൊരു പുതിയ ബ്രെയിൻ ദൈവം തരും. Come on, let us see. നമുക്ക് ആ വീഡിയോ കാണാം. എനിക്ക് ഒരു രോഗം ബാധിച്ചു. ആ രോഗത്തിന്റെ പേരെന്താന്ന് വെച്ചാൽ ബെൻഡിങ് ജോയിന്റ് ഹൈപ്പർ മൊബിലിറ്റി സിൻഡ്രോം എന്നാണ് ഈ രോഗത്തിന്റെ പേര്. ഈ രോഗത്തിന്റെ ലക്ഷണം എന്താന്ന് വെച്ചാൽ നമ്മുടെ എല്ലുകളിലെ അതിന്റെ ഫ്ലെക്സിബിലിറ്റി കൂടും. അതായത് ബലം പോയിട്ട് വളഞ്ഞു കുഴയാൻ തുടങ്ങും. എല്ലുകളൊക്കെ കുഴാന്ന് ഒരുമാതിരി കുഴയാൻ തുടങ്ങും. അതാണ് ഈ രോഗത്തിന്റെ പ്രത്യേകത. ഒരു ദിവസം ലിന്റെ മോള് കോളേജിൽ നിന്ന് വന്നപ്പോൾ തീരെ വയ്യായിരുന്നു. ശരീരം മുഴുവനും ഭയങ്കര വേദന, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, എൻ്റെ കൈകാലുകൾ വളഞ്ഞു പോകുന്നു എന്നവൾ പറഞ്ഞു. പിന്നെ ബാത്റൂമിൽ പോവാനും ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനും രണ്ടുപേരുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അവൾക്ക് പറ്റുള്ളൂ. അങ്ങനെ വേദന കൊണ്ട് ഒരുപാട് അവൾ കഷ്ടപ്പെട്ടു. എനിക്കാണെങ്കിൽ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. കൈകള് അനക്കാൻ പറ്റില്ല, അതുപോലെ വിരലുകൾ അനക്കാൻ പറ്റില്ല, അത്രയും വേദന ഉണ്ടായിരുന്നു. എൻ്റെ കൈ പൊക്കാൻ കഴിയാത്തത്ര ഭയങ്കര വേദനയായിരുന്നു എനിക്ക്. ഞാനപ്പോൾ ഒന്നും പറയാതെ വീട്ടിൽ ചെയറിൽ വന്നിരുന്നു. എൻ്റെ അമ്മ ഓടി വന്ന് എന്തു പറ്റി മോളേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ, എന്താന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അമ്മ ചോദിച്ചു കോളേജിലേക്ക് പോകുമ്പോൾ നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അന്ന് വീട്ടിലേക്ക് വരുന്ന വഴി എൻ്റെ കൈകാലുകൾ കുഴയാൻ തുടങ്ങി, ഭയങ്കര വേദനയും തുടങ്ങി എന്നും പറഞ്ഞ് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. എൻ്റെ അച്ഛൻ സ്നേഹത്തോടെ എന്നെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു അച്ഛ ഭയങ്കര വേദന, എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ലെന്ന്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനും അമ്മയും എന്നെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ എൻ്റെ കഴുത്തിന്റെ എല്ലും അതുപോലെ മുതുകിന്റെ എല്ലും എല്ലാം വളഞ്ഞ് കൊളാപ്സായി. എൻ്റെ അച്ഛൻ ഉടനെ എന്നെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഞാനൊരു ഡോക്ടറുടെ അടുത്തേക്ക് മോളെ കൊണ്ടുപോയി. ഇതിൽ വലിയ പ്രശ്നമൊന്നുമില്ല, ഫിസിയോതെറാപ്പി കൊണ്ട് ശരിയാവുമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഫിസിയോതെറാപ്പി എന്ന പേരിൽ എൻ്റെ മോൾ 10 ദിവസം ശരിക്കും കഷ്ടപ്പെട്ടു. എൻ്റെ മുതുക് വളച്ചു, എൻ്റെ കൈ വളച്ചു, എൻ്റെ വിരലെല്ലാം വളച്ചു കാണിച്ചു. ഫിസിയോതെറാപ്പിസ്റ്റ് എൻ്റെ ചേട്ടൻ്റെ അടുക്ക പറഞ്ഞു അവളുടെ കണ്ടീഷൻ വളരെ മോശമാണ്, അവൾക്ക് ഈ രോഗമുണ്ട്, എല്ലുകൾക്കുള്ളിലുള്ള മജ്ജയെല്ലാം പൊടി പൊടിയായി പോയി എന്നൊക്കെ പറഞ്ഞു. നട്ടെല്ല് പോലും വളരെ മോശമായ കണ്ടീഷനാണെന്നും ഇനി ഇവൾക്ക് MRI സ്കാൻ എടുത്താലേ എത്ര % അഫക്റ്റ് ആയിട്ടുണ്ടെന്ന് പറയാൻ പറ്റൂ എന്നും ഡോക്ടർ പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഒരുപാട് പേടിച്ചു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആർക്കും ഒരു പിടിയുമില്ല. അത്രമാത്രം എല്ലാവരും പേടിച്ചു പോയി. അവർ പറഞ്ഞു എല്ലുകൾക്കുള്ളിലുള്ള മജ്ജയെല്ലാം പൊടി പൊടി ആയിരിക്കുകയാണ്, അതേപോലെ കൺഫേം ആയിട്ട് ഈ കുട്ടിക്ക് ഈ രോഗമുണ്ടെന്ന് അവർ പറഞ്ഞു. ഡോക്ടർ എന്നെ തനിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ അനുജത്തിയുടെ അരക്കെട്ടിലുള്ള പ്രധാന എല്ലുകൾ ഇറങ്ങിപ്പോയി, എല്ലുകൾക്കുള്ളിലുള്ള മജ്ജയെല്ലാം പൊടി പൊടിയായി പോയി, ഇനി അവൾക്ക് വീൽ ചെയർ ജീവിതമേ ഉള്ളൂ, ഗുരുതരമായ കണ്ടീഷനാണ്, ദാമ്പത്യ ജീവിതവും ഇനി അവൾക്ക് സാധ്യമല്ല എന്നൊക്കെ പറഞ്ഞു. MRI സ്കാൻ ഒന്ന് എടുത്തു നോക്കാം എന്ന് വലിയ പ്രതീക്ഷയില്ലാതെയാണ് ഡോക്ടർമാർ പറഞ്ഞത്. ചേട്ടൻ കരയാൻ തുടങ്ങിയപ്പോൾ എനിക്കത് താങ്ങാനായില്ല. അന്ന് ഞാൻ മരണത്തിന്റെ പിടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തുമ്പോൾ ഞാൻ പൊട്ടി പൊട്ടി കരഞ്ഞു, ഒരുപാട് കരഞ്ഞു. MRI സ്കാനിന് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. 3 ഡോക്ടേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു MRI സ്കാനിന്റെ ഒരാവശ്യമില്ല, അത്രയും വേഴ്സ്റ്റ് കണ്ടീഷനാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എത്ര മക്കളുണ്ടെന്ന് എൻ്റെ അച്ഛനോട് ചോദിച്ചു. 2 കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. സാരമില്ല, ഇവൾ ഉള്ളത് വരെ കഴിഞ്ഞു പോട്ടെ, അവളെ കഷ്ടപ്പെടുത്തണ്ട എന്നവർ പറഞ്ഞു. എന്നോട് ജോലി റിസൈൻ ചെയ്യാനും പറഞ്ഞു. അച്ഛനമ്മമാരുടെ കൂടെ അവനത്ര സന്തോഷമായി കഴിഞ്ഞോളൂ എന്നവർ സഹതാപത്തോടെ പറഞ്ഞു. എൻ്റെ ഹൃദയം നീറി. ഞാൻ രാത്രി 9:30 മണിക്ക് ബ്രദർ ജവഹർ സാമുവലിന് ഫോൺ ചെയ്ത് പറഞ്ഞു ഡോക്ടർമാർ പറയുന്നു എനിക്ക് ഗുണമാകില്ലെന്ന്. ബ്രദർ ജവഹർ സാമുവൽ പറഞ്ഞു നീ യേശുവിനെ പറ്റി ചിന്തിക്കൂ, യേശുവിന്റെ അഗ്നിയെ പറ്റി, അവന്റെ രക്തത്തെ പറ്റി ചിന്തിക്കുന്നു. എനിക്ക് പുതിയ ഹൃദയം തന്ന് യേശു നിനക്കും പുതിയ എല്ലുകൾ തരുമെന്ന് പറഞ്ഞു. നീ MRIയിൽ കിടക്കുമ്പോഴും നീ അല്ല കിടക്കുക, യേശുവിനെ ഓർക്കുക, അവന്റെ രക്തം, അവന്റെ അസ്ഥി എന്ന്. ബ്രദർ ജവഹർ സാമുവലിന്റെ വാക്കുകൾ ഞാൻ ഓർത്തു. MRI സ്കാനിങ്ങിന് പോകുമ്പോഴും ഞാൻ മനസ്സിൽ പറഞ്ഞു, യേശുവേ, ഞാനല്ല, നിന്റെ അസ്ഥിയും രക്തവുമാണ് എന്നോട് ചേർന്നിരിക്കേണ്ടതെന്ന്. ഞങ്ങൾ കുടുംബത്തോടെ വന്നു പ്രാർത്ഥിച്ചപ്പോൾ ബ്രദർ ജവഹർ സാമുവൽ പറഞ്ഞു, യിരെമ്യായുടെ അസ്ഥികളിൽ അഗ്നി പറ്റി എരിഞ്ഞത് സത്യമാണെങ്കിൽ നിന്റെ അനിയത്തിയുടെ അസ്ഥികളിലും ദൈവാഗ്നി പറ്റി എരിയുമെന്ന്. ഞാൻ പോകുമ്പോ എന്നെ 2-3 പേര് എടുത്തോണ്ടാണ് പോയത്. കാരണം എനിക്ക് ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റിയിരുന്നില്ല. അതിനുശേഷം സ്കാനിങ് കഴിഞ്ഞപ്പോൾ മെഷീനിൽ നിന്ന് ഞാൻ തന്നെ ഇറങ്ങി, ഞാൻ തന്നെ നടന്നു വന്ന് ആ ക്യാബിന് വെളിയിലിരുന്നു. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ, എൻ്റെ എല്ലുകൾ ഇപ്പൊ വളയുന്നില്ല,
നേരെ നിൽക്കുന്നു. എനിക്ക് വേദനയില്ല, എനിക്ക് സ്വെല്ലിംഗ് ഇല്ല, എനിക്ക് കഴുത്ത് തിരിക്കാൻ കഴിയുന്നുണ്ട്, എനിക്ക് സംസാരിക്കാൻ, നടക്കാം, അതുപോലെ കുനിയാനും പറ്റുന്നുണ്ട്. അമ്മ ഇപ്പൊ എന്നെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അപ്പോഴേ എനിക്ക് മനസ്സിലായി യേശുക്രിസ്തു എന്നെ സൗഖ്യമാക്കിയെന്ന്. ഡോക്ടർ ചോദിച്ചു, നിനക്ക് 9:30 വേദനയുണ്ടെന്നല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ഇപ്പൊ വേദനയൊന്നും ഇല്ല, എനിക്ക് നിൽക്കാനും നടക്കാനും ഒക്കെ പറ്റുന്നുണ്ട് എന്ന് ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു. അപ്പോ ഡോക്ടർ അത് വിശ്വസിച്ചതേയില്ല. അദ്ദേഹം വീണ്ടും സ്കാനിങ് ചെയ്തിട്ട് ഒന്നും പറഞ്ഞില്ല. ഈ റിപ്പോർട്ടും കൊണ്ട് റൂമറ്റോളജിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കൂ എന്ന് മാത്രം പറഞ്ഞു. അദ്ദേഹം മധുരയിലുണ്ടായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ റിപ്പോർട്ട് കാണിച്ചപ്പോ, നിനക്ക് ഒരു അസുഖവും ഇല്ല, എന്റെ 35 വർഷത്തെ സർവീസില് ഈ രോഗം ഞാൻ ഡയഗ്നോസ് ചെയ്ത കേസുകളില് രക്ഷപ്പെട്ടത് നീ മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. നീ ഭാഗ്യവതിയാണ്. അദ്ദേഹം പറഞ്ഞു, നിനക്ക് മരുന്നുകളല്ല, ദൈവമാണ് നിന്നെ സൗഖ്യമാക്കിയത്, യേശുവാണ് നിനക്ക് സൗഖ്യം തന്നത് എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ ബ്രദർ ജവഹർ സാമുവലിനെ വിളിച്ചു. എനിക്ക് അങ്ങയെ കാണണം ബ്രദർ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ബ്രദർ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഞാൻ ജീവനോടെ ഇരിക്കുന്നത്. അന്ന് അദ്ദേഹം കണ്ണീരോടെ പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല, എന്നെ മരിച്ചിരുന്നേനെ. എന്റെ അനിയത്തി ജീവനോടെ ഇരിക്കുന്നത് യേശുദേവൻ ചെയ്ത മഹാത്ഭുതമാണ്. മരണത്തിനടുത്തെത്തിയ അവൾ ജീവനോടെ ഇരിക്കുന്നു. 2 നിമിഷം എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതിരുന്ന ഞാൻ 5 മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്തു വന്നു. അത് തന്നെ വലിയ അത്ഭുതമാണ്. മുട്ടുകുത്തി നിന്ന് എത്രയോ കാലമായി ഇവിടെ വന്ന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് എനിക്ക് പൂർണ്ണമായ സൗഖ്യം നൽകി. അതിനുശേഷം ഞാൻ ആ ഡോക്ടറെ പോയി കണ്ടപ്പോ, ഏത് ഡോക്ടർ എനിക്ക് ദാമ്പത്യ ജീവിതം സാധ്യമല്ലെന്ന് പറഞ്ഞു, അതേ ഡോക്ടർ എപ്പോഴാ കല്യാണ ഇൻവിറ്റേഷൻ തരുന്നതെന്ന് ചോദിച്ചു. നിനക്ക് ഒരു അസുഖവും ഇല്ലെന്നും ഡോക്ടർ പറഞ്ഞു. എനിക്ക് സുഖം തന്ന യേശുവിന് സ്തോത്രം. Now he is married and she got a child. ഇപ്പം ഈ സഹോദരിക്ക് വിവാഹം കഴിഞ്ഞു, ഒരു കുഞ്ഞുമുണ്ട്. Say hallelujah. Hallelujah. Come on, let us give a big hand to Jesus and glorify കരങ്ങളെ അടിച്ചു വാദോർ ദൈവത്തെ സ്തുതിക്കാം. Our God is the God of miracles. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. The same fire it is going to come and deliver you. ഇന്ന് ആ തീ നിന്റെ മേൽ വന്ന് എന്നെ വിടുവിക്കും. That same fire will carry you in God's power. ഈ തീ നിന്നെ ദൈവത്തിന്റെ ശക്തിയിൽ നടത്തും. Hallelujah. 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 I want you to know about the teaching fire. ഞാൻ ഇപ്പോൾ പഠിപ്പിക്കുന്ന അഗ്നിയെ പറ്റി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. Teaching fire. ഇത് പഠിപ്പിക്കുന്ന അഗ്നിയാണ്. If you read Deuteronomy 4th chapter 36th verse. Deuteronomy ആവർത്തന പുസ്തകം 4-ാം അധ്യായം 32-ാമത്തെ വാക്യം വായിച്ചാൽ, Can anyone will read it for me? ആരെങ്കിലും ഒരാൾ വായിച്ചു സഹായിക്കണേ. Deuteronomy 4th chapter 36th verse. ആവർത്തനം 4:36. God came down in great fire. ദൈവം ഒരു മഹാ അഗ്നിയിൽ ഇറങ്ങി വന്നു. To change or to give new personality to Moses. മോശയ്ക്ക് ഒരു പുതിയ വ്യക്തിത്വം കൊടുക്കുവാൻ. And he became a great professor. അവൻ ഒരു വലിയ പ്രൊഫസർ എന്ന പോലായി. To teach the fire. ആ തീ പഠിപ്പിക്കുവാൻ. To teach the miracles. ആ അത്ഭുതങ്ങൾ പഠിപ്പിക്കുവാൻ. ഉപദേശിപ്പதற்காக நான் பெரிய அக்கினியில் இறங்கி வந்தேன். ഉപദേശിക്കുവാൻ ഞാൻ ഒരു വലിയ തീയിൽ ഇറങ്ങി വന്നു. മോശേ ഞാൻ ഉന്നെ ഉപദേശിப்பதற்காக தெரிந்து கொண்டேன். മോശേ ഞാൻ നിന്നെ ഉപദേശിക്കുവാൻ തിരഞ്ഞെടുത്തു. ഉപദേശിப்பதற்காகவே ஒரு அக்கினி உண்டு. ഉപദേശിക്കുവാൻ ഒരു തീയുണ്ട്. അത്ഭുതങ്ങളെ ഉപദേശിക്കുന്ന ഊഴിയക്കാരർക്ക് അത്ഭുത വല്ലമേ അവൻ നമ്പ വേണ്ട. അത്ഭുതത്തിന്റെ ശുശ്രൂഷയും ആ ഉപദേശവും കൊടുക്കുന്ന സേവകന്മാർക്ക് ആ ഒരു അഭിഷേകമുണ്ട്. അഗ്നി അഭിഷേകത്തെ പ്രസംഗം பண்ணுகிற ஒரு ஊழியக்காரன் அவன் முதலாவது அக்னி அபிஷேகத்தை பெற்றிருக்க வேண்டும். അഗ്നിയുടെ അഭിഷേകം പ്രസംഗിക്കുന്ന ഒരു ദൈവിക വേലക്കാരന് ദൈവിക അഗ്നിയുടെ അഭിഷേകം ദൈവം പകരും. Let us think about Jeremiah. യെരമ്യാവിനെ പറ്റി നമുക്ക് ചിന്തിക്കാം. Jeremiah. യെരമ്യാവ്. If you read Jeremiah 5th chapter 14th verse. യെരമ്യ പ്രവചനം 5-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ, God said to Jeremiah. യെരമ്യാവിനോട് ദൈവം പറഞ്ഞു, യെരമ്യ, I have chosen you. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. I put my fire into your mouth. ഞാൻ എന്റെ തീ നിന്റെ വായിൽ ഇട്ടിരിക്കുന്നു. Hallelujah. Hallelujah. What a wonderful God. നമ്മുടെ ദൈവം എന്ത് ശ്രേഷ്ഠമായ ദൈവം. Jeremiah, though he was a prophet mourning for the people, crying for the people. യെരമ്യ പ്രവാചകൻ എപ്പോഴും വിലപിക്കുന്ന വിലാപ പ്രവാചകനായിരുന്നെങ്കിലും, He says അവൻ പറയുന്നു, he was preaching with the fire. അവൻ അഗ്നിയോടുകൂടെ പ്രസംഗിച്ചു. That was his experience. അതായിരുന്നു അവന്റെ അനുഭവം. One day, ഒരു ദിവസം he was arrested. ഒരു ദിവസം അവനെ അറസ്റ്റ് ചെയ്തു. The king Zedekiah, രാജാവ് അവനെ അറസ്റ്റ് ചെയ്തു. he was somewhere in the jail or somewhere. അവനൊരു ജയിലിൽ കിടക്കുകയായിരുന്നു.
And he was not allowed to preach. പ്രസംഗിക്കുവാൻ അനുവാദമില്ല. He stopped preaching. പ്രസംഗം നിർത്തി. That time only, though mouth was closed to preach, the burning started, the preaching fire started from his bone. ബൈബിൾ പറയുന്നു അവന്റെ സംസാരം അവൻ നിർത്തിയെങ്കിലും അവൻ അടക്കി വെക്കുവാൻ കഴിയാത്തതുപോലെ അഗ്നിയിൽ അവന്റെ എല്ലുകളുടെ അകത്ത് അഗ്നി അവൻ അനുഭവിച്ചു. That was the testimony. If you read Jeremiah 29th verse. യെരമ്യാ പ്രവചനം 20-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ ആ സാക്ഷ്യം അവിടെ കാണാം. His whole bone system was burning. അവന്റെ മുഴുവൻ എല്ലുകളും അഗ്നിയിൽ ദഹിക്കുകയാണ്. His heart was burning. അവന്റെ ഹൃദയം ഇങ്ങനെ കത്തുകയാണ്. His heart was burning. അവന്റെ ഹൃദയം കത്തുകയാണ്. Hallelujah. Hallelujah. Once if you have this baptism of fire experience, ആത്മാവിന്റെ തീയുടെ അനുഭവം ഉണ്ടായാൽ that will not be stopped. അത് നിൽക്കത്തില്ല. யாரையாவது அக்கினி அபிஷேகம் பண்ண ஊழியக்காரங்களை கேட்டு பாருங்க. ആത്മാവിന്റെ അഗ്നിയുടെ അഭിഷേകം പ്രാപിച്ച ദൈവദാസന്മാരെ വിളിച്ച് ചോദിച്ചു നോക്ക്. ഡെയിലി நாங்க பிரசங்கம் பண்ணல எங்களுக்கு தூக்கம் வராது. ഞങ്ങൾ പ്രസംഗിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഉറക്കം വരത്തില്ല. உண்மைதான். ஆண்டவரை பத்தி பேசலனா எங்களுக்கு தூக்கம் வராது. ഞങ്ങൾക്ക് യേശുവിനെ പറ്റി സംസാരിച്ചില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. எங்கேயாவது ஒரு பிரீச்சிங் இருக்கணும். എവിടെങ്കിലും ഒന്ന് പോയി പ്രസംഗിക്കണം. ஹியூமன் ரைட்ஸ்ல இருந்து போன வாரம் என்ன பேட்டி காண்பதற்காக வந்தார்கள். ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റ് എന്നെ കഴിഞ്ഞ ദിവസം കാണുവാൻ വന്നു. ஒரு மாதத்துக்கு 45 பிரசங்கங்களை நான் பண்ணுகிறேன். ഞാൻ ഒരു മാസം 45 പ്രസംഗങ്ങൾ ചെയ്യുന്നു. குறைந்தது 45 பிரசங்கங்கள். ഏറ്റവും കുറഞ്ഞ 45 പ്രസംഗങ്ങൾ. കാൽക്കുലേറ്റ് பண்ணாங்க. ഞാൻ ഉടനെ പ്ലാൻ ചെയ്തു. they calculated. അവര് എനിക്ക് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്തു. From 38 years I am doing God's work. 38 വർഷമായി ഞാൻ ദൈവപ്രവർത്തനം ചെയ്യുന്നു. They calculated that is the first 2 years you leave it. ആദ്യത്തെ 2 വർഷം വിട്ടിരിക്കുക. From the age of 18 I started preaching. 18ാമത്തെ വയസ്സ് മുതൽ ഞാൻ പ്രസംഗിക്കുക. Then they calculated and said, what is this 2 lakh sermon you have done? 2 ലക്ഷം. 2 ലക്ഷത്തിലധികം almost 2 ലക്ഷം പ്രസംഗം നിങ്ങൾ பண்ணிருக்கீங்க. നീ 2 ലക്ഷം പ്രസംഗങ്ങൾ ചെയ്തിട്ടുണ്ട്. Glory to God. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory to God. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Okay, sometime ചിലപ്പോൾ if you don't preach, പ്രസംഗിച്ചില്ലെങ്കിൽ avangala just come, bring her, I'll pray, and if she cannot, you can send. Come here. What is happening? தமிழ் பேசுமா? ஏது பாஷையா? எடுத்துட்டு போங்க. நான் தமிழ். இயேசுவின் நாமத்தினால் the name of Jesus, feel in the name of Jesus, feel. Amen. Take her. டாய்லெட் போணும். இவரை அனுப்பிடுங்க. இந்த மாதிரி இருக்கிறவங்கள பார்த்து அவங்களை டாய்லெட் கூட்டு போங்க. யாராவது 2 சிஸ்டர்ஸ் வந்து ஹெல்ப் பண்ணிருங்கம்மா. அவங்களுக்கு வேர்க்குது பாருங்க, கொஞ்சம் வெளியே கூட்டு போங்க. கூட்டு போயிருங்க நீங்க. அவங்கள வெளியே கொஞ்சம் வேர்க்குது, கொஞ்சம் காத்தோட்டமா வெளியே கொண்டு போங்க. தூக்கிட்டு போயிருங்க. அவங்களுக்கு டாய்லெட் கூட்டு போங்க, வேர்க்குது, அவங்களுக்கு கொஞ்சம் ஹெல்ப் பண்ணுங்க 2 சிஸ்டர்ஸ். பரிசுத்த அக்கினி வரும்பொழுது, പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങി വരുമ്പോൾ, ஒரு முறை பரிசுத்த அக்கினியை பெற்ற ஊழியக்காரனாக மாறிவிட்டால், പരിശുദ്ധാത്മാവിന്റെ അഭിഷേക അഗ്നിയുള്ള ഒരു ശുശ്രൂഷകനായി മാറിയാൽ, ஒரு முறை பரிசுத்த அக்கினியை பெற்ற சகோதரியாக நீங்க மாறிட்டீங்கன்னா, ആത്മാവിന്റെ അഗ്നിയുള്ള ഒരു സഹോദരിയായി മാറിയാൽ நீங்க சும்மா உங்களால நிக்க முடியாது. വെറുതെ ഇരിക്കാൻ ഒക്കത്തില്ല. உங்களை ஜெயில்ல போட்டா கூட அங்க அக்கினி எரியும். ആ കാരാഗ്രഹത്തിൽ ഇട്ടാലും അവിടെ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. In 1994, 1994 secretly I went to Saudi Arabia with all making soundproof. I gave power ministry training for about 19 people. 19 പേർക്ക് വേണ്ടി പവർ മിനിസ്ട്രി ട്രെയിനിങ്ങിനായി ഞാൻ സൗദി അറേബ്യയിൽ രഹസ്യമായി ചെന്നു. 5 മലയാളീസ്, അப்புறம் 2-3 അമേരിക്കൻസ് and other Tamilians. കുറെ 2-3 അമേരിക്കക്കാരും 5 മലയാളികളും ബാക്കി തമിഴ്. ഒരു 19 പേരെ மட்டும் സെലക്ട് பண்ணி 19 പേരെ മാത്രം തിരഞ്ഞെടുത്ത് ஒரு சின்ன அறையில சவுண்ட் ப்ரூஃப் எல்லாம் பண்ணி வெளியே சத்தம் கேட்காம 3 days continuous power ministry. 3 ദിവസം പവർ മിനിസ്ട്രി ചെയ്തു. പുറത്തെങ്ങും ശബ്ദം കേൾക്കാതെ അകത്ത് മാത്രം ശബ്ദമുള്ളതുപോലെ എല്ലാം സൗണ്ട് പ്രൂഫ് ചെയ്തിരുന്നു. வல்லமை வரங்கள் எல்லாம் கற்றுக்கொண்டார்கள். എല്ലാവരും ദൈവത്തിന്റെ ശക്തി പ്രാപിച്ചു. அடுத்த ஒரு குறிப்பிட்ட நாளிலே நான் போக முடியவில்லை. അടുത്ത നിശ്ചയിക്കപ്പെട്ട ദിവസം എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. அவர்களிலே ஒரு சிலரை போலீஸ் அரெஸ்ட் செய்து விட்டார்கள். അവരിൽ ചിലരെ പോലീസ് അറസ്റ്റ് ചെയ്തു. அவங்களெல்லாம் அரெஸ்ட் பண்ணி செல்ல போட்டிருந்தாங்க. അവരെല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടിരുന്നു.
அந்த செல்ல இங்க கொண்டு வராதீங்க பிரதர், இங்க கொண்டு வராதீங்க, அவங்கள பின்னால வச்சு ஜெபம் பண்ணி அனுப்புங்க, ரொம்ப முடியலன்னு அனுப்பிடுங்க. அந்த ஜெயிலுக்குள்ள ആ ജയിലിന്റെ അകത്ത് ரெண்டு பேர் கையை கோத்துட்டாங்க. രണ്ട് പേര് വീതം കൈകൾ പിടിച്ചു. சின்ன சின்ன செல், ചെറിയ മുറികളാണ്. அங்கதான் டாய்லெட், அங்கதான் எல்லாம் அப்படியே கிடக்குறாங்க, அடிச்சு போட்டிருந்தாங்க. അവിടെ ഒരുപാട് അടികൾ കൊടുത്ത് അവിടെ തന്നെയാണ് ടോയ്ലറ്റ് വളരെ മോശമായ രീതിയിൽ ഇട്ടിരുന്നു. இங்கெல்லாம் நாங்க இந்தியாவுல ஜெபம் பண்ணிட்டு இருக்கிறோம். ഇവിടെ ഞങ്ങളെല്ലാം ഇന്ത്യയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. அவங்க திடீர்னு கரங்களை பிடித்துக்கொண்டு അവർ കൈകൾ പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ திடீரென்று இந்த அக்கினி ஞாபகம் வந்து விட்டது அவர்களுக்கு. അവരുടെ മേൽ അവർക്ക് അഭിഷേകത്തിന്റെ ഓർമ്മ വന്നു. திடீர்னு அவர்கள் அக்கினியில ஜெபிக்க ஆரம்பித்து விட்டார்கள். അവർ ആത്മാവിന്റെ തീയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ஆண்டவரே இன்று ராத்திரி எங்களுக்கு விடுதலை வேண்டும், ഇന്ന് രാത്രി ഞങ്ങൾക്ക് വിടുതൽ വേണം. நாங்கள் இங்கே அக்கினியில ஜெபிக்க போகிறோம். ഇവിടെ ഞങ്ങൾ ഈ അഗ്നിയിൽ പ്രാർത്ഥിക്കുമ്പോൾ அந்நிய பாஷையில ஜெபிக்க ஆரம்பித்து விட்டார்கள். അന്യഭാഷയിൽ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. அடுத்த செஷன் உங்களுக்கு அந்நிய பாஷையில கற்றுக் கொடுக்க போகிறோம். ഞാൻ അടുത്ത സെഷൻ അന്യഭാഷയെ പറ്റി പഠിപ്പിക്കാൻ പോവുകയാണ്. அவர்கள் ஜெபிக்க ஆரம்பித்த உடனே അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഉടനെ அன்றைக்கு ராத்திரியே ராஜாவால தூங்க முடியல, രാജാവിനോട് ரூலர்ஸால தூங்க முடியல. സൗദി അറേബ്യയിലെ ഭരണകർത്താക്കന്മാർക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. அந்த ரூலர்ஸ் ஆண்டவர் தட்டி எழுப்பினார். ദൈവം അവരെ എഴുന്നേൽപ്പിച്ചു. அவர்களை ஜெயில விட்டு வெளியே அனுப்பு, അവരെ ജയിലിൽ ഇറക്കി വിട്. ஏதோ ஒன்று நடந்து விட்டது. എന്തോ ഒന്ന് സംഭവിച്ചു. அடுத்த நாள் காலையில அத்தனை பேரையும் ஜெயிலிருந்து வெளியே, അടുത്ത ദിവസം രാവിലെ അത്രയും പേരെ പുറത്തിറക്കി വിട്ടു. கர்த்தருடைய அக்கினி மட்டும் பெற்று விட்டார். ദൈവത്തിന്റെ അഭിഷേകം നീ இருந்தாலும் அக்கினி எரிய ஆரம்பித்து விடும். ഏത് ഗുഹയെ കടന്നാലും അവിടെ അഗ്നി എരിഞ്ഞുകൊണ്ടിരിക്കും. அக்கினி எரிய ஆரம்பித்து விடும். അവിടെ അഗ്നി എരിഞ്ഞു തുടങ്ങും. அந்த அக்கினி நிறுத்த முடியாது. ആ തീ നിർത്തുവാൻ കഴിയത്തില്ല. எலும்பெல்லாம் அக்கினியாக மாறும். നിന്റെ എല്ലുകൾ അഗ്നിയായി മാറും. எலும்பெல்லாம் அக்கினியாக மாறும். എല്ലുകളെല്ലാം അഗ്നിയായി മാറും. 38 வருடமாக நான் ஊழியம் செய்கிறேன். 38 വർഷമായി ഞാൻ ശുശ്രൂഷ ചെയ്യുന്നു. இந்த அக்கினி அபிஷேகத்தை பெற்ற பிறகு 25 வருடம் ஊழியம் செய்கிறேன். 26 വർഷമായി ഞാൻ ആത്മാവിന്റെ അഗ്നിയുടെ അഭിഷേകം പ്രാപിച്ചിട്ട് எங்கேயாவது போன்ல வலி வந்தா, എവിടെങ്കിലും എനിക്ക് എന്റെ അസ്ഥികളിൽ വേദന വന്നാൽ இமிடியேட்டா நான் என்ன செய்வேன் தெரியுமா? ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? அப்படியே என்ன அக்கினியை நினைத்து அங்க கை வைப்பேன். ആത്മാവിന്റെ അഗ്നി അഭിഷേകത്തെ ധ്യാനിച്ചുകൊണ്ട് എന്റെ I കൈ meditate only the fire. ആ അഗ്നി അഭിഷേകം മാത്രം ഞാൻ ധ്യാനിക്കും. 10 நிமிஷம் அங்க கை வைப்பேன். 10 മിനിറ്റ് അവിടെ കൈവെക്കും. அந்த அக்கினி ஃபயர் இருக்க எலக்ட்ரானிக் பவர்லாம் ஒண்ணு இல்ல, லேசர் பவர்லாம் ஒண்ணு இல்ல, இந்த பூமியில காண்ற MRI ஒண்ணு இல்ல. ഈ അഗ്നി അഭിഷേകത്തിന് ഈ ഭൂമിയിലുള്ള ശാസ്ത്രപരമായുള്ള ഒരു മരുന്നിന്റെയും ഒരു പ്രക്രിയയല്ല. இது சாதாரண அக்கினி அல்ல, ഇത് സാധാരണ അഭിഷേകമല്ല. அப்படி நினைத்த 5வது நிமிடத்தில் அது மறையும். 5 മിനിറ്റിന്റെ അകം ആ അഗ്നിയുടെ അഭിഷേകത്താൽ എന്റെ വേദനകൾ മാറിയിരിക്കും. ഹല്ലേലൂയ. வல்லமை வேண்டுமையா, எனக்கு வல்லமை வேண்டுமையா, வல்லமை வேண்டுமையா, எனக்கு வல்லமை வேண்டுமையா, அக்கினியின் வல்லமை வேண்டுமையா, ஆவியின் வல்லமை வேண்டுமையா, அக்கினியின் வல்லமை வேண்டுமையா, ஆவியின் வல்லமை வேண்டுமையா, வல்லமை வேண்டுமையா, எனக்கு வல்லமை வேண்டுமையா, வல்லமை வேண்டுமையா, எனக்கு வல்லமை வேண்டுமையா. மலையாளத்துல பாரு, வல்லமை வேண்டும், ബലം വേണം. வல்லமை, ബലം, சக்தி, ശക്തി. மலையாளத்துல I translated the same song. சக்தி எல்லாம் வேணும், வேணும் ஐயா, வேணும் ஐயா, വേണം കർത്താവേ, வேணும் கர்த்தா, சக்தி எல்லாம் வேணும் ஐயா, வேணும் கர்த்தாவே இல்ல. ஏதாவது டிரான்ஸ்லேட், கம் ஆன். சக்தி பகரா, சும்மா கதையெல்லாம் விடக்கூடாது, கரெக்டா சொல்லுங்க. சக்தி எனக்கு, சக்தி எனக்கு ശക്തി എനിക്ക് വേണം ദൈവമേ. சக்தி எனக்கு വേണം ദൈവമേ. சக்தி எனக்கு மீட்டராவல அல்ல சக்தி. நாம யூ டிரான்ஸ்லேட். Pastor, you can say like this, ശക്തി എനിക്ക് വേണം ദേവാ. குட். சக்தி எனக்கு